നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഒരു നൂറ്റാണ്ടിന് ഇപ്പുറത്ത് നിന്ന് നോക്കിക്കാണുമ്പോഴും രാജ്യത്തെ ഇത്രയും ഭയാനകവും പൈശാചികവുമായ മറ്റൊരു സംഭവം വേറെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അതെ, ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 രാജ്യത്തെ നെടുക്കിയ ആ കൂട്ടക്കുരുതി നടന്നത്. ഇന്നും മനുഷ്യരക്തം വീണുകുതിർന്ന ആ മണ്ണിൽ പച്ചരക്തത്തിന്റെ മണം കലർന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ മുഖങ്ങൾ നടന്നുകൊണ്ടിരുന്ന ആ സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1919 മാർച്ച് 18 ബ്രിട്ടീഷ് സർക്കാർ റൗലത്ത് ആക്ട് പാസാക്കുന്നത്. ഈ ആക്ട് പ്രകാരം വിചാരണ കൂടാതെ ആരെയും എത്ര കാലം വരെയും ജയിലിൽ പാർപ്പിക്കാം. ഭാരതീയർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ തീരുമാനത്തിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റടിച്ചു. ഏപ്രിൽ 6 ഇന്ത്യയിലാകെ കരിദിനമായി ആചരിച്ചു. അക്കാലത്ത് പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓഡയർ എന്ന അതിക്രൂരമായ ഒരു ഭരണാധികാരിയായിരുന്നു. തനിക്കെതിരെ വരുന്ന ഓരോ നീക്കങ്ങളെയും വേരോടെ പിഴുതെറിയാൻ ഒരു മടിയുമില്ലാത്ത ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമായിരുന്നു ഈ കൂട്ടക്കുരുതി. 1919 ഏപ്രിൽ 13 അന്നൊരു വൈശാഖി ദിനമായിരുന്നു. പഞ്ചാബിലെ കൊയ്ത്തുത്സവം. അന്ന് നിരവധി ആളുകൾ ജാലിയൻവാലാ ബാഗിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അത് തനിക്കെതിരെയുള്ള പ്രതിഷേധ സമരമായിരിക്കുമെന്ന് കരുതിയ ജനറൽ ഡയർ സൈന്യവുമായി മൈതാനത്തേക്കെത്തി. അക്കാലത്ത് സ്വാതന്ത്ര്യ സമര ഭൂമികകളിൽ പ്രധാനിയായിരുന്നു ജാലിയൻവാലാ ബാഗ്. ചുറ്റും ഉയർന്ന മതിൽക്കെട്ടുകളുള്ള വിശാലമായ മൈതാനം. അകത്തേക്കും പുറത്തേക്കും കടക്കാൻ ഒരു ചെറിയ ഗേറ്റ് മാത്രം. സൈന്യവുമായി അവിടെ എത്തിയ ജനറൽ ഡയർ ജനക്കൂട്ടത്തെ വളഞ്ഞു. പുറത്തേക്കുള്ള വഴി തടഞ്ഞു. സൈന്യത്തോട് വെടിവെക്കാൻ ആജ്ഞാപിച്ചു. 10 മിനിറ്റ് തുടർച്ചയായി സൈന്യം 1650 റൗണ്ട് വെടിയുതിർത്തു. രക്ഷപ്പെടാനാവാതെ 1000-ൽ-അധികം ജനങ്ങൾ ആ മണ്ണിൽ പിടഞ്ഞു വീണു. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയുടെ ഭീകര ദൃശ്യങ്ങൾ കണ്ട ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ 1940 ഏപ്രിൽ 13 കൂട്ടക്കൊലയുടെ 21ാം വാർഷിക ദിനത്തിൽ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിന് പുറത്തുവെച്ച് കൈത്തോക്ക് ഉപയോഗിച്ച് ഓഡയറിനെ വെടിവെച്ചു കൊന്നു. കൊലക്കുറ്റത്തിന് ഉദ്ധം സിംഗിന് വധശിക്ഷയും വിധിച്ചു. വിധി അറിഞ്ഞപ്പോൾ ഉദ്ധം സിംഗ് പറഞ്ഞ ഒരു വാചകമുണ്ട്: ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കനത്ത ബൂട്ടിനടിയിലിട്ട് അർദ്ധപട്ടിണിക്കാരായ എന്റെ നാട്ടുകാരെ ചവിട്ടുന്നത് ഞാൻ കണ്ടു. നിരായുധരും നിരപരാധികളുമായ എന്റെ സഹോദരങ്ങളെ നിർഭയം വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട മൈക്കിൾ ഓഡയറിനെ ഞാൻ കൊന്നു. എനിക്ക് അതിൽ അശേഷം ഖേദമില്ല. മരണത്തിൽ എനിക്ക് ഭയവുമില്ല. വാർദ്ധക്യം വരെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? യൗവനത്തിൽ മരിക്കുന്നതിന് ധീരതയുടെ സുഗന്ധമുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിൽ ആത്മനിർവൃതിയുമുണ്ട്. എന്നാൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും രക്തരൂക്ഷമായ ഈ സംഭവം ചർച്ചാ വിഷയമാവുന്നതിന്റെ പ്രധാന കാരണം 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ക്രൂരഹത്യക്ക് ഖേദപ്രകടനം നടത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ അപമാനകരമായ മുറിപ്പാടായിട്ടാണ് ഈ സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് പാർലമെന്റിൽ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് കാലഘട്ടത്ത് ജാലിയൻവാലാ ബാഗിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ മുതിർന്ന ഇന്ത്യൻ വംശജനായ പാർലമെന്റ് അംഗമായ വീരേന്ദ്ര ശർമ്മ നേരത്തെ ഒരു പ്രമേയം പാർലമെന്റിൽ അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ഖേദപ്രകടനമല്ലാതെ മാപ്പ് അപേക്ഷിക്കാൻ ബ്രിട്ടൻ തയ്യാറായിട്ടില്ല എന്നത് തീർത്തും നിരാശകരമാണ്.